കൗമുദിക പുനർജനിയുടെ ശ്രീരാമ കഥാമൃതം നമ്മൾ പറഞ്ഞു നിർത്തിയത് സീതാ ശ്രീരാമന്റെ വിവാഹത്തിന് ശേഷം അയോധ്യയിലേക്ക് അവരെത്തിച്ചേർന്നതാണ്. അയോധ്യയിൽ ദശരഥ മഹാരാജാവിനെ ഭരണത്തിന് സഹായിച്ചുകൊണ്ട് ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കാളി ആയിക്കൊണ്ട് 12 വർഷം ശ്രീരാമൻ കഴിഞ്ഞു. ഈ ജനഹിതം മാനിച്ചും തന്റെ വാർദ്ധക്യകാലത്തിൽ കുറച്ച് വിശ്രമം എടുക്കാമെന്നുള്ള ചിന്തയിൽ ശ്രീരാമനെ രാജാവായി പട്ടാഭിഷേകം ചെയ്യാൻ ദശരഥ മഹാരാജാവിന് ആഗ്രഹമുണ്ടായി. അദ്ദേഹം മന്ത്രിമാരെല്ലാം വിളിച്ചുകൂട്ടി തന്റെ അഭിപ്രായം പറഞ്ഞു. ഏകസ്വരത്തിൽ ആ അഭിപ്രായത്തെ എല്ലാവരും യോജിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പട്ടാഭിഷേകം തീരുമാനിക്കപ്പെട്ടു. ഈ വിവരം കൊട്ടാരം പരിചാരികയായിരുന്ന, അതായത് കൈകേയി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിചാരികയായിരുന്ന മന്ദര എങ്ങനെയോ മണത്തറിയുകയും വളരെ ദുഃഖത്തോടുകൂടി കൈകേയിയെ സമീപിക്കുകയാണ്. അറിഞ്ഞു, വിശേഷങ്ങൾ അറിഞ്ഞോ? ശ്രീരാമനെ രാജാവായി പട്ടാഭിഷേകം തീരുമാനിച്ചിരിക്കുന്നു. ശ്രീരാമൻ രാജാവായി കഴിഞ്ഞാൽ രാജമാതാവായി കൗസല്യാദേവി മാറുകയും നിങ്ങൾ ദാസിമാരായി തീരുകയും ചെയ്യും അവരുടെ. അങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തുകയും വിഷം കുത്തിവെക്കുകയാണ് കൈകേയിയുടെ മനസ്സിൽ. ദേശം ഭയം തോന്നിയ കൈകേയി ചിന്തിച്ചു, എന്താണ് ഇതിനൊരു വഴി? അങ്ങനെയാണല്ലോ പരദൂഷണത്തിന് ഒരുപാട് ഫലം ഉളവാക്കാൻ കഴിയുമല്ലോ. മനുഷ്യരെ മാറ്റാൻ പരദൂഷണത്തോളം ശക്തമായ ഒരു ആയുധം വേറെ ഇല്ല എന്നാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അങ്ങനെ കൈകേയും മാറുകയാണ്. അതിനുള്ള ഉപായവും മന്ദര തന്നെ പറഞ്ഞു. പണ്ട് രാക്ഷസന്മാരുമായുള്ള ഘോര യുദ്ധത്തിൽ രാജാവിന് മുറിവേൽക്കുകയും വളരെയധികം മുറിവേൽക്കുകയും ക്ഷീണിതരാവുകയും ചെയ്ത അവസരത്തിൽ വളരെ വേഗത്തിൽ തേരോടിച്ചു പോയി അദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തുകയുണ്ടായി. അന്ന് സന്തോഷത്താൽ മഹാരാജാവ് നിനക്ക് 2 വരം തരാമെന്ന് പറഞ്ഞു. അന്ന് നീ പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഈ വരം ചോദിച്ചു കൊള്ളാം മഹാരാജാവേ എന്ന് പറയുകയും രാജാവ് അതുപ്രകാരം പ്രതിജ്ഞ കിട്ടുകയും ചെയ്തു. അങ്ങനെ ആ വരം നിനക്ക് ചോദിക്കാനുള്ള അവസരമാണിപ്പോ. സമാധാനമായി പോംവഴി കിട്ടി. വരം എന്ത് വേണമെന്നും ചോദിക്കണമെന്നും മന്ദര പറഞ്ഞു കൊടുത്തു. 1, ഭരതനെ രാജാവായി പട്ടാഭിഷേകം ചെയ്യുക. 2, ശ്രീരാമനെ 14 വർഷത്തേക്ക് വനവാസത്തിന് അയക്കുക. അങ്ങനെ കൈകേയി ചിന്തിച്ചു വച്ചു. ദശരഥ മഹാരാജാവ് വളരെ സന്തുഷ്ടനായി രാമകുമാരന്റെ പട്ടാഭിഷേക വാർത്ത പറയാനായി കൈകേയിയുടെ അടുത്തെത്തി. നേരിട്ടെത്തുകയാണ്. സ്ഥിരമായി കാണാറുള്ള സ്ഥലത്ത് കാണാതെ വന്നപ്പോൾ രാജാവ് ചുറ്റും നോക്കി. വളരെ നിരാശ ബാധിച്ച ഒരാളിനെ പോലെ മുടി അഴിച്ചു വെച്ച് വെറും തറയിൽ കിടക്കുന്ന കാഴ്ചയാണ്, ദയനീയമായ കാഴ്ചയാണ് മഹാരാജാവ് കണ്ടത്. പെട്ടെന്ന് തന്നെ രാജാവ് ഞെട്ടിപ്പോയി. അത് കണ്ടപ്പോ അവരുടെ തലയെടുത്ത് മടിയിൽ വെച്ച് ലാളിക്കാൻ തുടങ്ങി. ഇതൊന്നും കൈകേയിയെ ബാധിച്ചില്ല. ആ നിസ്സഹായ അവസ്ഥയും ആ സഹതാപാവസ്ഥയും രാജാവിന്റെ ഈ പ്രകടനങ്ങളൊന്നും കൈകേയി മനസ്സിൽ വെച്ചില്ല. ചോദിക്കുകയാണ്, എന്താണ് ഇതിന്, നീ എന്താണ് ഇത്ര കോപിഷ്ഠയാകാൻ കാരണം? എന്താണ് നിനക്ക് പറ്റിയത്? കൈകേയി പെട്ടെന്ന് പറയുകയാണ്, അങ്ങ് പണ്ട് എനിക്ക് 2 വരം തരാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വരങ്ങൾ എനിക്കിപ്പോൾ ആവശ്യമുണ്ട്. ഞാൻ ചോദിക്കുകയാണ്. തന്റെ 2 ആവശ്യങ്ങളും രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞു. രാജാവ് ബോധരഹിതനായി നിലത്തു വീണു. വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തയാണ് കേട്ടത്. പെട്ടെന്ന് ബോധം തെളിഞ്ഞ സമയത്ത് രാജാവ് പറയുകയാണ്, എന്താണ് ദേവി നിനക്ക് പറ്റിയത്? 4 കുമാരന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ ശ്രീരാമനാണെന്ന് നീ എപ്പോഴും പറയാറുണ്ടായല്ലോ. നിനക്ക് എന്താണ് പറ്റിയത്? കൈകേയിയുടെ മനസ്സലിഞ്ഞില്ല. വളരെ ദുഃഖിതനായ മഹാരാജാവ് വീണ്ടും മോഹാലസ്യപ്പെട്ടു വീണു. അതിരാവിലെ മന്ത്രി സുമന്ത്രര്
പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് അറിയിക്കാനായി രാജാവിന് മുഖം കാണിക്കാനെത്തി. അപ്പോൾ കൈകേയി പറയുകയാണ്, രാജാവിന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, രാമനെ പെട്ടെന്ന് വരുത്തു. അതിന് പ്രകാരം രാമൻ വരികയും ഈ പ്രക്ഷുബ്ധമായ ഈ അന്തരീക്ഷം കണ്ട് വളരെ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. രാമനെ കണ്ടതും രാജാവിന് സംസാരിക്കാൻ പറ്റാതിരുന്ന അവസ്ഥയിലാണ് രാമ രാമ എന്റെ മകനെ രാമ എന്ന് പറഞ്ഞ് വിലപിച്ച് വീണ്ടും മോഹാലസ്യപ്പെട്ടു വീണു. അപ്പോൾ കൈകേയി പറയുകയാണ്, അച്ഛന് നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒന്ന് പറയാനുണ്ട്, അത് ഇതാണ്. ആ 2 വരത്തിന്റെ കാര്യങ്ങളും ഭരതനെ പട്ടാഭിഷേകം ചെയ്യിക്കേണ്ട കാര്യവും രാമനെ അറിയിക്കുന്നു. വളരെ ലാഘവത്തോടെ ചെറുപുഞ്ചിരിയോടുകൂടി ശ്രീരാമൻ പറഞ്ഞു, ഇതാണോ മാതാവേ കാര്യം? ഭരതനായാലും ശ്രീരാമനായാലും രാജാവ് പട്ടാഭിഷേകം ചെയ്യുന്ന ആള് രാജാവാണ്. അതിനെന്താണ് ഇത്ര വിഷമിക്കാനുള്ളത്? അതിന് എന്താണ് ഇത്ര അച്ഛൻ മോഹാലസ്യപ്പെടാൻ കാരണം എന്താണ്? രാമൻ 14 വർഷം വനവാസത്തിന് പോകണം എന്നുള്ളതാണ് അടുത്ത വരം. അപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ 2 വരങ്ങളും മാതാവിന് ലഭിച്ചു എന്ന് തന്നെ കരുതൂ. ഞാൻ ഇന്ന് തന്നെ വനത്തിലേക്ക് പോകാൻ തയ്യാറാണ്. അങ്ങനെ ശ്രീരാമൻ വനത്തിലേക്ക് പോകാൻ യാത്രയാകുകയാണ്, തീരുമാനിക്കുന്നു യാത്രയാകുന്നു. ഇവിടെ ഇന്ന് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.